ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണി, പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിനിക്കിലും തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ പാൻ ഇന്ത്യൻ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഓണർ റിലീസായി തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടുന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ മൂന്നാമത്തെ വെള്ളിയാഴ്ച കൂടിയ ആദ്യ 16 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള ആദ്യ 15 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ഇന്നലെ 3,08,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ആദ്യ 15 ദിവസം കൊണ്ട് 74,76,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ കർണാടക, തമിഴ്നാട്, തെലുങ്ക് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറത്തു വന്നിരുന്ന ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഒഫീഷ്യൽ ഡാറ്റ പ്രകാരം ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അത് പ്രകാരം ആദ്യ 15 ദിവസം കൊണ്ട് 10,10,00,000 രൂപയാണ് കർണാടക കളക്ഷൻ. തമിഴ്നാട് കളക്ഷനായി 14,90,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 12,50,00,000 രൂപയും ഹിന്ദി ബെൽറ്റ് ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 5,30,00,000 രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 15 ദിവസത്തെ ഈ സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 42,80,00,000 രൂപയാണ്. ആദ്യ 15 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 117,56,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 15 ദിവസത്തെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റയിലേക്ക് വന്നാൽ $11.21 മില്യൺ ഈ സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ രൂപയിൽ 98,95,00,000 രൂപ. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 216,50,00,000 രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര നേടിയെടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വെള്ളിയാഴ്ചയും 16-ാം ദിവസം കൂടിയായി ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 2.5-3 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 16 ദിവസം കൊണ്ട് 77 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലാണ്. ആദ്യ 16 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 222 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. ലോക സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 75 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 15 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 34,20,00,000 രൂപയാണ്. 16-ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65-70 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. ആദ്യ 16 ദിവസം കൊണ്ട് ഏകദേശം 34,80,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. 16 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 67 കോടി റേഞ്ചിലുമാണ്. ഇന്ന് സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി തിയേറ്ററിലെത്തിയ സിനിമകളിൽ മികച്ച അഭിപ്രായം നേടിയത് തകർപ്പൻ ബുക്കിംഗുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് മിറായി. തേജ സജ്ജ, ഋതിക നായക്, മഞ്ജു മനോജ് കുമാർ, ജഗപതി ബാബു, ശ്രേയ സരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കാർത്തിക് ഘട്ടം ലേനിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമ നിലവിൽ മണിക്കൂറിൽ 20,000 മുതൽ 25,000 വരെ ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമ 10 കോടിക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. നിലവിൽ ഫൈനൽ കളക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞ ചില സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അർജുൻ അശോകൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി കഴിഞ്ഞ ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് സുമതി വളവ്. ഈ സിനിമ കേരള കളക്ഷനായി 20,35,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 90 ലക്ഷം രൂപ നേടിയെടുത്ത ഈ സിനിമ GCC ഓവർസീസ് കളക്ഷനായി 6,95,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 28,20,00,000 രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ. പാണ്ഡിരാജ് തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെത്തിയ തലൈവൻ തലൈവി എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വിജയ് സേതുപതി, നിത്യ മേനോൻ, യോഗി ബാബു, ചെമ്പൻ വിനോദ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തത് 1,45,00,000 രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 64,75,00,000 രൂപയും കർണാടകയിൽ നിന്ന് 5,15,00,000 രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 2,65,00,000 നേടിയ ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 75 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. GCC ഓവർസീസ് കളക്ഷനായി $1.90 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 16,45,00,000 രൂപ. ചിത്രം ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 91,20,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 30 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ്. വിജയ് ആന്റണി നായകനായി ലിയോ ജോൺ പോൾ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മാർഗാൻ. സമുദ്രകനി, അജയ് ദിഷൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 10,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 3,70,00,000 രൂപയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 90 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശ കളക്ഷനായി 2,05,00,000 രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ 17,15,00,000 രൂപയാണ് ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ. 12 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ പരാജയമായി മാറിയിരിക്കുകയാണ്. പവൻ കല്യാൺ നായകനായി AM ജ്യോതികൃഷ്ണ, ക്രിഷ് ജഗല്ലമുടി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഹരിഹര വീരമല്ലു എന്ന സിനിമ ജൂലൈ 24 തിയേറ്ററിലെത്തിയത്. ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 85,75,00,000 രൂപയും കർണാടക കളക്ഷനായി 7,25,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടിയും നേടിയെടുത്തിട്ടുണ്ട്. വിദേശ കളക്ഷനായി $1.75 മില്യൺ, അതായത് 15,15,00,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 111,25,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 250 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വമ്പൻ തകർച്ചയാണ് നേരിട്ടത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.